ജെഇ മെയിൻസിൻ്റെ ഫൈനൽ റിസൾട്ടുകൾ വന്നപ്പോഴത്തേക്കും നമ്മുടെ ബ്രില്യൻറ്റിൽ നിന്ന് ഒത്തിരി കുട്ടികൾ അത് ക്വാളിഫൈ ചെയ്തിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടില്ലേ. അതിൽ നിന്ന് നമ്മുടെ ടോപ്പേഴ്സിനെ പരിചയപ്പെടുത്തുന്ന ഈ സെഷനിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സിദ്ധാർത്ഥ് കെ ആണ്. സിദ്ധാർത്ഥിൻ്റെ വിശേഷങ്ങൾ നമുക്ക് സിദ്ധാർത്ഥിനോട് തന്നെ ചോദിച്ചറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് മോനെ. താങ്ക് യു. ആൻഡ് മോന് ഏത് സ്കൂളിലാണ് +1 +2 പഠിക്കുന്നത്? ഞാൻ കുര്യാക്കോസ് ഏലിയാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാന്നാനത്താണ് പഠിക്കുന്നത്. ഓക്കെ. സോ മോൻ്റെ സ്ഥലം എവിടെയാണ്? ബേസിക്കലി യു ആർ ഫ്രം? ഐ എം ഫ്രം എറണാകുളം. ഓക്കെ. ആൻഡ് സ്കൂളിംഗ് നമ്മുടെ 10th വരെ എവിടെയാണ് പഠിച്ചത്? 10th വരെ അവിടെ തന്നെ വിദ്യോദയ സ്കൂളിലാണ് പഠിച്ചത്. ഓക്കെ, തേവയ്ക്കൽ. ഓക്കെ. ആൻഡ് ഇവിടെ +1 +2 ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ +1 +2 ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മുടെ എൻട്രൻസിൻ്റെ ക്ലാസ്സുകളും കൊണ്ടുപോകുന്നതാണല്ലോ ഫോക്കസ് ചെയ്തത്. അപ്പം എങ്ങനെയായിരുന്നു അത് മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നത്? മാനേജ് ചെയ്യാൻ തീർച്ചയായിട്ടും ഇവിടെ ഉള്ളവരുടെ സപ്പോർട്ടില്ലാണ്ടത് പറ്റത്തില്ല. നല്ലോണം ഉണ്ടായിരുന്നു. അത് കാരണം തന്നെയാണ് മിസ്സുമാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു, സാറുമാരും എല്ലാവരും. അത് കാരണമൊക്കെയാണ് ഇത് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. സോ പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ആയിരിക്കും? കാരണം മിക്കവാറും തന്നെ കുഞ്ഞുങ്ങൾക്കുള്ളൊരു സംശയമാണ് +1 +2 തന്നെ എൻട്രൻസ് കൊണ്ടുപോകാനായിട്ട് പറ്റുമോ? അപ്പം അങ്ങനെ സംശയത്തോടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് എന്താ പറയാനുള്ളത്? സംശയം എല്ലാവർക്കും ഉണ്ടാവും. എന്നിരുന്നാലും ഇവിടെ ഉള്ളവർ ബ്രില്യൻ്റ് ആണെങ്കിലും സ്കൂളാണെങ്കിലും എല്ലാം നല്ല സപ്പോർട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. സുരക്ഷിതമായ കൈകളിലായിരിക്കും. അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഓക്കെ. സോ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജെഇ മെയിൻസിൻ്റെ ഫൈനൽ റിസൾട്ട് വന്നു. ഇനിയിപ്പം നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും സമയം ഓൾറെഡി പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം എങ്ങനെ പോകുന്നു പ്രിപ്പറേഷൻസ്? നല്ലപോലെ പോകുന്നു വിശ്വസിക്കുന്നു. അതിൻ്റെ ഡിലീറ്റഡ് ടോപ്പിക്സ് കുറേ ഉണ്ടായിരുന്നു മെയിൻസിനായിട്ട്. അത് അഡ്വാൻസിനായിട്ട് ഇപ്പോൾ പഠിക്കുന്നു. ഓക്കെ. അത് പഠിക്കാൻ തന്നെ അത്യാവശ്യം സമയം എടുക്കും. ഇൻഓർഗാനിക് ഒക്കെ കുറേ മെയിൻസിന് ഡിലീറ്റഡ് ആയിരുന്നു. അതൊക്കെ അഡ്വാൻസിന് പഠിക്കണം. പിന്നെ ക്വസ്റ്റ്യൻസ് കുറേ ചെയ്യുന്നു. അങ്ങനെയൊക്കെ പോകുന്നു. എന്തെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സിന് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ടിപ്പുണ്ടോ? അതായത് അഡ്വാൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്? അഡ്വാൻസിന് ആഴത്തിലറിഞ്ഞിരിക്കണം. അതിനായിട്ട് മാത്സിനും ഫിസിക്സിനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യണം. കെമിസ്ട്രി ആണെങ്കിലും അത്ര എളുപ്പമാക്കില്ല, മെയിൻസ് പോലെ അത്ര എളുപ്പമാക്കില്ല. അതുകൊണ്ട് കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടി വരും. അതിനായിട്ട് ബുക്കുകൾ റെഫർ ചെയ്യേണ്ടി വരും. സോ എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? സോ അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് മോൻ എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ? ടൈം മാനേജ്മെൻറ്റ് സമയം ആവശ്യത്തിന് കിട്ടാറുണ്ട്. അത് ആവശ്യത്തിന് ഉപയോഗിക്കുക, അത്ര തന്നെ. പഠിക്കാൻ ഒത്തിരി ഉണ്ട് തീർച്ചയായിട്ടും. എന്നാലും നമുക്ക് പറ്റുന്നിടത്തോളം പഠിക്കുക. ഓക്കെ. സോ നമ്മുടെ എക്സാമിനേഷൻ ഹാളിലോ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുന്നത്? പരീക്ഷാ സമയത്ത് അഡ്വാൻസിന് ഏകദേശം എല്ലാവർക്കും പേപ്പർ തീർക്കാനൊന്നും സമയം കിട്ടില്ല. ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യുക, അതേ ഉള്ളൊരു വഴി ടൈം മാനേജ് ചെയ്യാൻ. അങ്ങനെ പിക്ക് ചെയ്യാൻ പറ്റണം, അവിടെയാണ് നമ്മുടെ വിജയം. നമ്മുടെ ഒരു പ്രയോറിറ്റി നമ്മൾ സെലക്ട് ചെയ്യുന്നതിനകത്ത് അല്ലേ? ഇതുവരെയുള്ള പ്രിപ്പറേഷൻസും അതുപോലെ തന്നെ നമ്മുടെ മെയിൻസിൻ്റെ റിസൾട്ട്സിൽ മോൻ സാറ്റിസ്ഫൈഡ് ആണോ? കിട്ടിയതിൽ ഹാപ്പിയാണ് തീർച്ചയായിട്ടും. ഓക്കെ. പ്രതീക്ഷിച്ച ആ ഒരു മാർക്ക് കിട്ടിയോ? ഏറെക്കുറെ. ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ ഒരു പ്രതീക്ഷ മുന്നോട്ട് നമ്മുടെ അഡ്വാൻസിനും ഉണ്ടാവുമല്ലോ? ഡെഫിനറ്റ്ലി. അപ്പം സോ യു ആർ ക്ലോസർ ടു യുവർ ഡ്രീം. IIT എന്ന് പറയുന്ന ഏതൊരു മലയാളിയും ഇപ്പോൾ സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്ന IIT എന്ന് പറയുന്ന ഡ്രീമിലേക്ക് കൂടുതൽ അടുത്ത് വന്നിരിക്കുകയാണ്. ആൻഡ് ഡു യു ഹാവ് എനി ഡ്രീം ക്യാമ്പസ്? ഡ്രീം ക്യാമ്പസ് കോറായിട്ടുള്ള IITകൾ എല്ലാം ഡ്രീമാണ്. അവിടെ ഒരു CS കമ്പ്യൂട്ടർ സയൻസ് കോഴ്സിന് ചേരണമെന്നാണ് ആഗ്രഹം. ഓക്കെ. സോ ഡെഫിനറ്റ്ലി അത് അങ്ങനെ തന്നെ സാധിക്കട്ടെ. അപ്പം എന്തായാലും അഡ്വാൻസിൻ്റെ എക്സാം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ വീണ്ടും ഇൻ്റർവ്യൂ ചെയ്യാനായിട്ടുള്ളൊരു അവസരം കിട്ടട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥതയോടെ കൂടി പ്രാർത്ഥിക്കുന്നു. ആൻഡ് മോനെ, ഈ എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഫീൽഡ് തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇൻസ്പിറേഷനായിട്ട് അത് സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ സ്വന്തം ആഗ്രഹത്തിൻ്റെ പുറത്ത് എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഫീൽഡിലേക്ക് താല്പര്യമുണ്ടായിരുന്നു. മാത്സ് ഇഷ്ടമായിരുന്നു. ഓക്കെ. അത് കാരണമൊക്കെ ആയിരിക്കും. മാത്സും ഫിസിക്സും ഇഷ്ടമാണ്. മോൻ നേരത്തെ പറഞ്ഞിരുന്നു സ്കൂളിൻ്റെ ഒക്കെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട്. ഇപ്പോൾ സ്കൂൾ, പേരൻസ്, അതുപോലെ തന്നെ ഫ്രണ്ട്സ്. അപ്പം നിങ്ങൾ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും തന്നെ ഈ പറയുന്ന IIT സ്വപ്നം കാണുന്നവരായിരിക്കുമല്ലോ കൂട്ടത്തിലുള്ളവർ. അപ്പം എങ്ങനെയായിരുന്നു ആ ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്? ഫ്രണ്ട്സ് ഞാൻ ഹോസ്റ്റലിലാണ്. അപ്പോൾ
എപ്പോഴും കാണുന്നുണ്ട് ഫ്രണ്ട്സിനെ. അവരായിട്ടുള്ള ഇൻട്രാക്ഷൻ തന്നെയാണ് ഒരു മോട്ടിവേഷനും നമുക്ക് പഠിക്കാൻ ഒരു ഊർജ്ജമൊക്കെ തരുന്നത് അത് തന്നെയാണ്. കാരണം അതുകൊണ്ട് തന്നെ അവരുടെ സപ്പോർട്ടില്ലാണ്ട് ഇതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കമ്പൈൻഡ് സ്റ്റഡീസ് ഉണ്ടാവാറുണ്ട്, ഞങ്ങൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാറുണ്ട്. അതൊക്കെ ഒരു സഹായമായിരുന്നു. ഓക്കെ. സോ നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആൻഡ് മെൻറ്റേഴ്സ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ജോസഫ് സാറാണ്, എൻ്റെ ഹോസ്റ്റലിൻ്റെ വാർഡൻ രാജേഷ് സാർ, അവരെല്ലാവരും നല്ല സപ്പോർട്ടാണ്. അതൊക്കെ ഉപകാരപ്പെട്ടിരുന്നു. ഓക്കെ. സോ ഇപ്പം എന്തായാലും ഇനി നമ്മുടെ ഒരു വലിയ കടമ്പ, നമ്മുടെ JEE അഡ്വാൻസ്ഡ് എന്ന് പറയുന്നൊരു കടമ്പയാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. അത് എത്രയും നല്ല രീതിയിൽ തന്നെ മോൻ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ടെന്നറിയാം. അപ്പം എത്രയും നല്ല രീതിയിൽ തന്നെ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി പരീക്ഷ ക്രാക്ക് ചെയ്യട്ടെ, ക്വാളിഫൈ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ആൻഡ് ഫോർ യുവർ സക്സസ്.